ദൈവനാമ മഹത്വത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനെ ഓർത്ത് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് തിരുവചനത്തെ ധ്യാനിപ്പാനും തിരുവചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാനും ഒരിക്കൽ കൂടെ ദൈവം തന്ന വിലപ്പെട്ട സന്ദർഭത്തിനായി സ്തോത്രം. കഴിഞ്ഞ നാളിതുവരെ ഈ തിരുവെഴുത്തുകളെ കേൾക്കുകയും ഗ്രഹിക്കുകയും അതിൻ്റെ ആത്മീക അഭിവൃദ്ധികളെ അനുഭവിപ്പാൻ ഇടയാക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രിയ സഭ, അതുപോലെ മീഡിയയിലൂടെ കാണുന്ന സഹോദരി സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ സഹകരണങ്ങൾക്കും സ്നേഹത്തിനും ഒക്കെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ പറഞ്ഞല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതരമായ തിരുവെഴുത്തുകളെക്കുറിച്ച് നമ്മൾ പുരോഹിതൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് മന്ന എന്ന വിഷയത്തിലേക്ക് നമ്മൾ വന്ന് അതിൻ്റെ ചില ഭാഗങ്ങളെ ആണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഇന്ന് നമ്മളതിൻ്റെ മന്നയെക്കുറിച്ചുള്ള തുടർന്നുള്ള ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായി നമുക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെ നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ തിരുവെഴുത്തുമായിട്ട് നിൽക്കുവാൻ ദൈവം കൃപ പകർന്നതിന്, ആയുസ് തന്നതിന്, ആരോഗ്യം തന്നതിന്, കൃപ തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് ശ്രവിപ്പാൻ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. ഇത് അങ്ങിങ്ങായിരുന്നു കൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനകരമാക്കി തീർക്കണം. അവരുടെ ആത്മാവിലും ശരീരത്തിലും ഇതൊരു വലിയ ശക്തിയായി, ഇതൊരു വലിയ വിടുതലായി, ആത്മബലമായി, ശാരീരിക സൗഖ്യമായി, ആശ്വാസമായി, പ്രത്യാശയായി ഭവിപ്പാൻ കർത്താവ് കൃപ പകരും. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവം ചിന്തിപ്പാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ മന്നയെക്കുറിച്ചാണ് ചിന്തിച്ചു വന്നത്. മന്നയിട്ട പൊൻപാത്രത്തെക്കുറിച്ച് ചിന്തിച്ചു. എന്നിട്ട് മന്നയെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചില കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ചു. മന്ന മരുഭൂമിയിൽ ദൈവജനത്തിന് ദൈവം ഭക്ഷിപ്പാൻ കൊടുത്ത ഒരു വസ്തുവാണെന്ന് നമ്മൾ ചിന്തിച്ചു. തുടർന്ന് നമ്മൾ ആ മന്നയെക്കുറിച്ച്, മന്നയുടെ ആധികാരികമായ ആത്മീക സത്യങ്ങളെക്കുറിച്ച്, മന്ന എന്തിനു കൊടുത്തു, മന്ന കൊടുത്തതിൻ്റെ ദൈവിക ഉദ്ദേശം, അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നമ്മുടെ ആത്മീക പ്രവൃത്തിക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ നമുക്കതിനകത്ത് ചിന്തിപ്പാൻ സമയങ്ങളെ വേർതിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് അവസാനിപ്പിച്ചൊരു ഭാഗമുണ്ട്. മന്ന ദൈവജനത്തിനോടുള്ള തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ കരുതലിനെ കാണിക്കുന്നു എന്ന് നമ്മൾ വായിച്ച് ചിന്തിച്ച് അവസാനിപ്പിച്ചു. വിശ്വാസത്താൽ കനാൻ വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെട്ടു വന്ന ജനം 1, 2, 3 ദിവസങ്ങൾ, ചില ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കനാലിൽ പ്രവേശിക്കേണ്ടതാണ്. എന്നാൽ അവരുടെ അടിമത്തത്തിൽ നിന്ന് അവർ വീണ്ടെടുത്ത് വരുമ്പോൾ ഈ മരുഭൂമിയിലുള്ള യാത്രയിൽ ഇത്രയും ദീർഘമായ വർഷങ്ങൾ മരുഭൂമിയിൽ ജീവിക്കേണ്ടി വരുമെന്നും ഉള്ള ഒരു ചിന്ത അവർക്കുണ്ടായില്ല. അങ്ങനൊരു സാഹചര്യം അവർക്ക് കാണാൻ അന്ന് കഴിഞ്ഞില്ല. പക്ഷേ എങ്കിലും ആ മരുഭൂമിയിൽ അവരുടെ അപാകത നിമിത്തമാണ് 40 വർഷക്കാലം അവരെ ചുറ്റിച്ചതെങ്കിലും അവരെ ദൈവം അവരെ ശിക്ഷിക്കുമ്പോൾ തന്നെ അവരെ കൈവിടാതെ അവരെ കരുതി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചു. ഇനി മന്ന അത് എന്തിന് നിഴലാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന് വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 32, 33 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 32, 33. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്. സ്വർഗത്തിൽ നിന്നുള്ള അപ്പം അഥവാ മന്ന മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ, എന്റെ പിതാവത്രേ നിങ്ങൾക്ക് തന്നത്. സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം, സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോ, ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു എന്ന് ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു. ഇത് തന്നെ കുറിച്ച് തന്നെ യേശു സാക്ഷ്യം പറയുകയാണ്. ഈ മന്ന, ഇസ്രായേൽ ജനത്തിന് കൊടുത്ത മന്ന മോശയല്ല അവർക്ക് കൊടുത്തത്, ദൈവം സ്വർഗത്തിലെ എൻ്റെ പിതാവത്രേ അവർക്ക് കൊടുത്തത്. അതിനെക്കുറിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷിച്ച മന്ന ഭക്ഷിച്ചിട്ട് നിങ്ങൾ മരിച്ചു. 48 മുതൽ 51 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. അതേ അധ്യായത്തിൽ തന്നെ 48 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു ഞാൻ.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഈ അപ്പം തിന്നുന്നവനൊക്കെ എന്നാളും എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. മതി. അവിടെ വായിക്കുന്നത് ഞാൻ തന്നെയാണ് ജീവന്റെ അപ്പം. അപ്പം നിങ്ങളുടെ പിതാക്കന്മാർ ഭക്ഷിച്ച മന്ന സ്വർഗത്തിൽ നിന്നും എൻ്റെ പിതാവാണ് നൽകിയത്. അപ്പം ഇവിടെ പറയുന്നത് ഞാൻ ജീവന്റെ അപ്പമാണ്. ആ അപ്പം നിന്നിട്ട് അവർ മരിച്ചുപോയി. പക്ഷെ മരിക്കാത്തൊരപ്പം ഞാൻ എവിടെ നിന്നാണ് തരുന്നത്? സ്വർഗത്തിൽ നിന്ന്. അപ്പം ഈ മന്ന എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ നിന്ന്. ജീവന്റെ വചനമാകുന്ന ക്രിസ്തു എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ അതും സ്വർഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അപ്പം ഈ ജീവന്റെ വചനമാകുന്ന ക്രിസ്തു അപ്പം, ഈ അല്ലെങ്കിൽ വചനമാകുന്ന ക്രിസ്തു, ഈ ക്രിസ്തു എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ നിന്ന് വന്നു. അപ്പം ഈ വരാനിരിക്കുന്ന ക്രിസ്തുവിന് ഒരു മുന്നോടിയായിട്ടാണ് ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ ദൈവം മന്ന നൽകിയത്. അതവരുടെ ഭൗതിക ജീവനെ, ശരീരത്തിൻ്റെ ജഡത്തിലുള്ള ജീവനെ മാത്രമേ നിലനിർത്താൻ ഉപകരിച്ചുള്ളൂ. എന്നാൽ യേശുവിനെ തിന്നുന്ന അതൊരു ആത്മീക തലമാണ്. അക്ഷരാർത്ഥത്തിൽ യേശുവിനെ തിന്നുക എന്നുള്ളതല്ലല്ലോ, അത് നമുക്കറിയാം, എവർക്കും അറിയാം. എങ്കിലും ഈ പ്രൈസ് ദി ലോർഡ് വളഞ്ഞ വഴിക്ക് ചിന്തിക്കുന്ന ആളുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു യേശുവിനെ തിന്നുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദുർവ്യാഖ്യാനം ഉണ്ടാക്കും. അതുകൊണ്ട് പറഞ്ഞു നമ്മൾ ഇതൊരു ആത്മീക തലത്തിൽ നടക്കുന്ന ആത്മീകമായ പ്രവൃത്തികളാണ്. അപ്പം യേശുവിന് നിഴലായിട്ടാണ് ഇത്. ജീവന്റെ വചനമായ ക്രിസ്തുവിന് നിഴലാണ്. മരിക്കാത്ത അപ്പം തിന്നുന്നവൻ മരിക്കാത്ത അപ്പം. എന്നെ തിന്നുന്നവൻ എന്മൂലം എന്ത് ചെയ്യും? ജീവിക്കും. എൻ്റെ ശരീരം തിന്നുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തവൻ്റെ ഉള്ളിൽ ജീവനില്ല. ഇത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്, അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെയാണ് അതിൻ്റെ വാഗ്ദാനം. മറ്റേ അപ്പം തിന്നവർ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പില്ല. അവർക്ക് ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് വേണ്ടി മാത്രം, ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രം കൊടുത്ത മന്നയാണ്. അത് 78-ാം സങ്കീർത്തനത്തിലാണ് തോന്നുന്നത്. 78-ാം സങ്കീർത്തനം 24 വായിച്ചു. സങ്കീർത്തനം 78-24. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു. സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു. നോക്കണേ, ഈ മന്ന, ഇസ്രായേൽ ജനം തിന്ന മന്ന സ്വർഗത്തിലെ ശക്തിമാന്മാരുടെ അപ്പം എന്നാണ്. സ്വർഗത്തിലെ ശക്തിമാന്മാരുടെ എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ അപ്പം, ദൂതന്മാർ ഭക്ഷിക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സ്വർഗീയ ധാന്യം അല്ലേ, ധാന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധാന്യം ഇത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴും ഇത് ധാന്യമായിട്ടാണ്. കൊത്തമ്പാലരി പോലെ, അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? കൊത്തമ്പാലരി പോലെ ഒരു ചെറുധാന്യമായിരുന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്, ചെറുധാന്യം. അപ്പം ഇത് എവിടെ നിന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് വന്നു. ആരുടെ അപ്പം? ശക്തിമാന്മാരുടെ അപ്പം. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും മിക്കവാറും ഒക്കെ ഉള്ളവർ ആദ്യമായിട്ടായിരിക്കും. എന്നാലും നമ്മുടെ ഇടയിൽ തന്നെ, ദൈവ മക്കളുടെ ഇടയിൽ ധാരാളം ആളുകൾക്ക് ഇതറിയാം. എങ്കിലും ചിലർ കേൾക്കുമ്പോൾ സ്വർഗത്തിൽ അങ്ങനെയുള്ള സാധനം കഴിക്കാനുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളാണ്. അത് ബൈബിൾ നന്നായിട്ട് വായിച്ചാൽ സ്വർഗത്തിൽ തിന്നാനുണ്ടോ, കുടിക്കാനുണ്ടോ, അവിടെ വിശപ്പുണ്ടോ, ദാഹമുണ്ടോ, ഈ സ്വർഗത്തിലെ അവസ്ഥ എന്താണെന്നൊക്കെ ബൈബിളിൽ വളരെ ഭംഗിയായിട്ട് വെളിപ്പാട് പുസ്തകത്തിലും പ്രൈസലോ യോഹന്നാന്റെ സുവിശേഷത്തിലും ഇതര വേദഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസലോ അതിലേക്ക് ഒരു വിശദമായ ഒരു ഭാഗത്തെ, കാരണം നമ്മൾ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വിട്ടങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവിടെ ശക്തിമാന്മാരായ ദൂതന്മാർ ഭക്ഷണം അവർക്ക് കൊടുത്തിരുന്ന ധാന്യം ഭൂമിയിലേക്ക് നൽകി, തൻ്റെ ജനത്തിന് നൽകിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവരെ ശക്തരാക്കേണ്ടതിന് ഇനി വേറൊരു കാര്യം അതിനകത്ത് കൂടെ ഓർക്കേണ്ടതുണ്ട്. നമ്മളതേ സങ്കീർത്തനത്തിന് നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ അവർ പുറപ്പെട്ട് വരുമ്പോൾ അവരിൽ ഒരു ബലഹീനന്മാരും ഇല്ലായിരുന്നു എന്നാണ് വായിക്കുന്നത്. അവരിൽ ഒരു ബലഹീനനും ഇല്ലായിരുന്നു. അവിടെ യാത്രയിൽ ഒരു ബലഹീനനും ഇല്ലായിരുന്നു. കാരണം രണ്ട് കാര്യങ്ങൾ. ഒന്ന് പെസക ഭക്ഷിച്ചിട്ടാണ് വരുന്നത്. രണ്ട് മന്ന ഭക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പെസകയും മന്നയും അവരുടെ ബലഹീനത മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൊക്കെ ഒരുപാട് മർമ്മമുണ്ട്. ദൈവം അനുവദിച്ചാൽ നമ്മൾ പെസക എന്നുള്ളൊരു സബ്ജക്റ്റ് ഏറ്റവും ഒടുവിലായിട്ട്
നമ്മൾ എടുക്കും. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ ഈ പറഞ്ഞു വന്നൊരു സാരം, അവർ മന്ന ഭക്ഷിച്ചെങ്കിലും അവർക്ക് എവിടെ നിന്നാണ് മന്ന കിട്ടിയത്? സ്വർഗത്തിൽ നിന്ന് മന്ന കിട്ടി. അപ്പം അവരുടെ ഭൗതിക ജീവനെ നിലനിർത്താൻ വേണ്ടിയുള്ള ആരോഗ്യത്തെ നിലനിർത്താൻ ശക്തന്മാരുടെ അപ്പമായ മന്നയെ അവർക്ക് വർഷിപ്പിച്ചു കൊടുത്തു. അവരത് ഭക്ഷിച്ചു. അവർ 40 വർഷക്കാലം അവർ അങ്ങനെ ജീവിച്ചു. എന്നാൽ പുതിയ നിയമ സഭയ്ക്ക് തന്നത് കേവലം ശക്തിമാന്മാരുടെ അപ്പമല്ല, ശക്തിമാന്മാരെ ഉരുവാക്കിയവനെ തന്നെ നമുക്ക് തന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇനി മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. ഈ മന്ന ഭക്ഷിച്ചിട്ട് മരിച്ചു. ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്തോ ഇല്ല, മരണമില്ല. മനുഷ്യനിൽ മരണമെന്ന മറ്റൊരു മഹാബാധ അല്ലെങ്കിൽ മരണമെന്ന അവസ്ഥ മനുഷ്യനിലേക്ക് കടന്നു വന്നതും മനുഷ്യൻ തിന്നത് മൂലമാണ്. ഗ്രഹിക്കാം ഞാൻ പറഞ്ഞ ആ പദം. എവിടുന്നാ? ഏതേനിലെ കനി, കൽപ്പന ലംഘിച്ച് മണ്ണിലെ കനി അവൻ പറിച്ചു ഭക്ഷിക്കിയാൽ അവൻ മരിച്ചു. മണ്ണിലെ കനി തിന്നതിലൂടെയാണ് മരിച്ചത്. തിന്നതിലൂടെ അവൻ മരിച്ചു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തോന്ന് ചോദിച്ചാൽ, മണ്ണിലെ കനി തിന്ന് മരിച്ചവനെ നിത്യമരണം സംഭവിച്ചു. ആ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ഉയരത്തിലെ കനി, ഭൂമിയിലെ കനി തിന്ന് മരിച്ചവനെ സ്വർഗത്തിലെ കനിയെ നൽകി അവനെ പുനർജീവിപ്പിച്ചു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഉയരത്തിലെ തൻ്റെ ഏകജാതനായ പുത്രനെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യാത്തവൻ്റെ ഉള്ളിൽ ജീവനില്ല. അത് ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. അവനെ ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഏതാ? ഉയരത്തിലെ കനിയെ ഭക്ഷിക്കുന്നവൻ്റെ ഉള്ളിൽ നിത്യജീവനുണ്ട്. അപ്പോൾ ഈ മന്ന ക്രിസ്തുവിന് നിഴലാണ്, ക്രിസ്തുവിൻ്റെ വചനത്തിന് നിഴലാണ്, അല്ലേ? മന്ന ദൈവവചനത്തിന് നിഴൽ. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 1:1 വായിക്കാമോ? യോഹന്നാൻ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കണ്ടോ? ആരാ? ഇപ്പൊ നോക്കണം. ഞാൻ ക്രിസ്തു അഥവാ വചനം ആദിയിലുണ്ടായിരുന്നു. വചനം ഉണ്ടായിരുന്നു. വചനം അതൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ആ ആത്മബന്ധം, ദൈവികമായ ആത്മബന്ധവും ആത്മതലവും തുറക്കപ്പെട്ട ഒരാളിനെ അതങ്ങനെ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ ഒക്കെ ഉള്ളൂ. അപ്പൊ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അഥവാ ക്രിസ്തു വചനമായിട്ടുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടെ, പിതാവാം ദൈവത്തിൽ മറഞ്ഞിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായി. ആദിയിൽ ഈ ആദി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ആദി എന്നൊക്കെ പറയുന്നത് നമ്മളിവിടെ ഈ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ഈ പ്രപഞ്ചത്തെയൊക്കെ കാണുന്നതിന് മുമ്പേ ഒരാദിയുണ്ട്. ആ ആദി നമുക്കൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതിനും അപ്പുറത്തുള്ള ഒരു ആദിയുണ്ട്. ആ പഴയ പൂർവകാല നിത്യതയിൽ ഈ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഇതിന് ഞാൻ വേറൊരു എക്സാമ്പിൾ, ഇതൊക്കെ ഗ്രഹിക്കണമെന്ന് കുറച്ച് പാടുണ്ട്. ഞാൻ ഇതിന് വേറൊരു ഭാഗം കൂടെ, വേറൊരു തലം കൂടെ ഞാൻ പറയാം. കൊലോസർ 3:3 പറഞ്ഞിരിക്കുന്നത് കണ്ടോ? നമ്മൾ മരിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ പിതാവാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ എന്ത് ചെയ്യും? കണ്ടോ? ഇതൊക്കെ എത്ര വലിയ മർമ്മമാണ്, എത്ര വലിയ ആഴമേറിയ രഹസ്യമാണ്. ഇതുപോലെയാണ് ഈ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആ വചനം അതിൻ്റെ സമയമായപ്പോൾ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് വന്ന് ജഡമായി തീർന്നു. ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്ക് ഒരു വാക്യം കൊണ്ടു വായിക്കാമോ? യോഹന്നാൻ 6:63 വായിക്കാമോ? യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. കണ്ടോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. മാംസം ഒന്നും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ ഈ വചനം ജഡമെടുത്തു. ആ വചനം എന്താണെന്ന് ചോദിച്ചാൽ ആത്മാവും ജീവനുമാണ്. ഇതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്ന കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ആ വചനം കേട്ട എല്ലാവരുടെ മേലും എന്ത് ചെയ്തു?
ആദിയിൽ എന്ന പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അപ്പം അതാ നമ്മുടെ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൻ്റെ വചനം കേട്ടുകൊണ്ട് മീഡിയാസിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂട്ടായ്മകളിൽ നിങ്ങൾ ഒരുപക്ഷെ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ആത്മസാന്നിധ്യം വ്യാപരിക്കുന്നത്, ആത്മാവിൻ്റെ ഒരു വലിയ വ്യാപാരം ഉണ്ടാക്കുന്ന വചനമായി സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുമ്പോൾ ഈ വചനം ആത്മാവായിട്ട് നിങ്ങളുടെ അകത്തോട് വ്യാപരിക്കുക. അത് വചനം കേൾക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു കത്തലും ഒരു പെടയലും ഒരു 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 ആത്മബലവും എവിടെ നിന്നില്ലാത്ത ഒരു ശക്തിയും ഒക്കെ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കപ്പെടുന്നുണ്ട്. കാര്യം ഇത് ആത്മാവും ജീവനുമാകുന്നു. അനേകർ മനുഷ്യൻ പറയുന്ന വചനങ്ങളൊക്കെ ഇപ്പം ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ വചനം എന്നെ ഒരു ഉപകരണമാക്കി ഈ ഉപകരണത്തിലൂടെ അങ്ങോട്ട് കേൾപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ്റെ വാക്കുകൾ നമ്മളെ മരണത്തിലേക്ക് നടത്തുമ്പോൾ, മനുഷ്യൻ്റെ വാക്കുകൾ നമ്മളെ തളർത്തിക്കളയുമ്പോൾ, മനുഷ്യൻ്റെ വാക്കുകൾ നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോൾ, നമ്മളെ നീറി മരിക്കുവാൻ അവരുടെ വാക്കുകൾ നമ്മുടെ വൃണമാക്കി തീരുമ്പോൾ, പ്രൈസലോ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുറിവ് കെട്ടുന്നതും നമ്മളെ ജീവിപ്പിക്കുന്നതും നമ്മളെ ആത്മാവ് ശക്തിയുമായി ഒരു പുനരുത്ഥാന ശക്തിയായി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നതാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസലോ, ഈ വചനം ആത്മാവും ജീവനും ശക്തിയുമാണ്. ആത്മാവാണ് വചനം, ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തി, നിങ്ങളെവിടെയോ ഓർമ്മപ്പെടുത്തി, രക്ഷിക്കപ്പെട്ട ഒരുവൻ്റെ മേലെ പരിശുദ്ധാത്മാവ് അഭിഷേകമായി വരുന്നതിന് മുമ്പേ അവനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത്, അവൻ്റെ ഉള്ളിൽ ഞാൻ ഇതിപ്പോൾ 2-3 ആവർത്തന വിരസത ഉളവാക്കുമെങ്കിലും കേൾവിക്കാരെ ഇത് തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്കും ഈ മീഡിയാസിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവർക്കും കാര്യങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടെ ഒരുവൻ്റെ മേൽ വരുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടവൻ്റെ മേലെല്ലാം ആത്മാവ് ഉണ്ട് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ പറയാം. അങ്ങനല്ല സംഭവം നടക്കുന്നത്. ഒരുവനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് ഈ ആത്മാവാകുന്ന വചനമാകുന്ന ആത്മാവ് അതകത്ത് കടന്നിട്ട് ക്രിയ ചെയ്യാനായിട്ട് ആരംഭിക്കുക. അതിനകത്തൊരു ആത്മശക്തിയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നേക്കും അവൻ്റെ മേൽ നമ്മുടെ മേൽ സ്ഥിരവാസത്തിനായിട്ട് വരുന്നതിൻ്റെ പേരാണ് അഭിഷേകം. മനസ്സിലാകുന്നവർക്കായി ഇഷ്ടം. ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നടത്താൻ ഈ വചനം കേട്ട വചനത്തിനകത്ത് ആത്മാവുണ്ട്. ആ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടേയിരിക്കും, വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചതുപോലെ. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ ആത്മാവും ജീവനുമാണ്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വചനം, ഈ മന്ന യേശു ക്രിസ്തുവിന് നിഴലാണ്. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം, ഇത് എന്തിനു വേണ്ടി, ഇതിൻ്റെ ഈ മന്ന കൊടുത്തതിൻ്റെ ദൈവിക ഉദ്ദേശം 16:4 വായിക്കാമോ? പുറപ്പാട് 16:4. അപ്പോൾ യഹോവ മോശെയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും, ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നത് അന്നന്ന് പിറക്കിക്കൊള്ളണം. അപ്പോൾ ഇവിടെ മന്ന കൊടുത്തത് അവർക്ക് ഭക്ഷിക്കാൻ, അവരുടെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ദൈനംദിന അവരുടെ ജീവിതത്തിൽ അവരുടെ ശാരീരിക ബലം ഉണ്ടാകേണ്ടതിന് ആണ്. എന്നാൽ അതിലുപരി മന്ന കൊടുത്തത് എന്തിനാണ്? അവരെ പരീക്ഷിക്കേണ്ടതിനാണ്. നോക്കണം, ഭൗതികമായ ഒരു നന്മ ഒരു മനുഷ്യന് നൽകിയിട്ട് ദൈവം അവനെ പരീക്ഷിക്കുകയാണ്. എൻ്റെ വഴിയിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ. അപ്പം മന്ന കൊടുത്തത് അവർ വിശപ്പടക്കി ജീവിക്കാനാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു പരീക്ഷയുണ്ട്. മനുഷ്യ ജീവിതത്തിലെ പരീക്ഷകളെന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളാണ്. മനുഷ്യ ജീവിതത്തിലെ പരീക്ഷകൾ വ്യത്യസ്തങ്ങളാണ്. ഒരു മനുഷ്യ ജീവിതത്തിലെന്ന് പറയുമ്പോൾ പ്രത്യേകാൽ ദൈവത്തെ സേവിക്കുന്ന ദൈവജനത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന വിധങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിലെ പരീക്ഷകൾ വ്യത്യസ്തങ്ങളാണ്. ഇവിടെ ബൈബിൾ ചരിത്രങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഉദാഹരണത്തിന് ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ ചരിത്രങ്ങളായി രേഖപ്പെടുത്തപ്പെട്ട ഭക്തന്മാരുടെ ദൈവഭക്തന്മാരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരർത്ഥത്തിലുള്ള പരീക്ഷ വന്നിട്ടുണ്ട്. യോബിന് തൻ്റെ കഠിനമായ ശോധനയിലൂടെ, കഠിന രോഗങ്ങളിലും പീഡകളിലും നഷ്ടങ്ങളിലൂടെയുള്ള ഒരു ശോധന, ഒരു പരീക്ഷ യോബിൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്റെ ഉള്ളങ്കാൽ പതിക്കുന്ന ദേശമല്ല നിനക്ക് അവകാശമായി തരുമെന്നും നിനക്ക് ഞാനൊരു സന്തതിയെ, ഒരു വാഗ്ദത്ത സന്തതി ഉരുവാക്കുമെന്ന് പറഞ്ഞിട്ട് 24 വർഷം
നീണ്ട പരീക്ഷ. പ്രതീക്ഷല്ലോ, ഇന്ന് കിട്ടും നാളെ കിട്ടും, ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് കരുതി നോക്കണം. പ്രതീക്ഷയ്ക്ക് ആ വാഗ്ദത്തം നിറവേറുവാനുള്ള മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ വാഗ്ദത്തം നിറവേറുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അസ്തമിച്ചു. മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യുൽപാദനത്തിനുള്ള ശാരീരിക ശേഷികളെല്ലാം നഷ്ടപ്പെടുന്ന സമയം വരെയും ദൈവം പരീക്ഷിച്ചു. എന്നിട്ട് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ, എബ്രായ ലേഖനത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ പേരെഴുതി ചേർത്തപ്പോൾ അബ്രഹാമിൻ്റെ പേരെഴുതി ചേർത്തു. നോക്കണം, 24 വർഷം വിശ്വാസത്തിൽ ഏറ്റിറക്കം സംഭവിച്ചിരിക്കണം. നോക്കണം, 25-ാമത്തെ വർഷം ഒരു സന്തതിയെ കൊടുത്ത ദൈവം അനുഗ്രഹിച്ചു, ആദരിച്ചു, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനെന്ന് തെളിയിച്ചു. രണ്ടാമത് കൊടുത്ത സന്തതിയെ തിരിച്ച് ചോദിച്ചുകൊണ്ട് ദൈവം ഒരു പരീക്ഷ നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കഠിനമായിരിക്കുന്ന ശോധന. ആകപ്പാടെ വർഷങ്ങളോളം കാത്തിരുന്നൊരു മകനെ കിട്ടിയിട്ട് ആ മകനെ തിരിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്നുള്ളതാണ്. നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി, നമ്മൾ അറിയുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി പ്രതിസന്ധികൾ ഏറെയാണെങ്കിലും ആ പ്രതിസന്ധികളുടെ നടുവിൽ മറ്റാർക്കും മനസ്സിലാകാത്ത ഒരു വിശ്വാസം അബ്രഹാമിൻ്റെ അന്തരാത്മാവിൽ വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഏറെയാണ്, തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. എങ്കിലും വിളിച്ചവൻ്റെ ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തിപരമായ ഒരു വിശ്വാസം തൻ്റെ ഹൃദയത്തിൽ താൻ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. യോസേഫിനെ നോക്കൂ. യോസേഫിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വന്നാൽ, യോസേഫിനൊരു വലിയ വാഗ്ദത്തം നൽകി. ആ വാഗ്ദത്തത്തിൻ്റെ പിന്നിൽ താൻ ഏറിയ പരിശോധനകൾ അനുഭവിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഏറിയ പരിശോധന എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിലപ്പെട്ട, വളരെ വലിയ പരിശോധനകൾ താൻ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ തൻ്റെ സഹോദരന്മാരാൽ താൻ ഉപദ്രവിക്കപ്പെട്ടു. അവിടെ നിന്ന് പോയിട്ട് താൻ എത്തേണ്ട സ്ഥാനത്തെത്തിയെങ്കിലും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ എത്തേണ്ടതിന് പിന്നെയും ജീവിതത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരും. ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള ദൈവിക വാഗ്ദത്തം ഞാൻ കഴിഞ്ഞ ആഴ്ച എപ്പോഴും ഓർമ്മപ്പെടുത്തിയെന്നായിരുന്നത്. എത്ര വലുതാണോ നമ്മുടെ പ്രതികൂലങ്ങളും അതിന് തുല്യമായ വലിപ്പമുള്ളത്. ഈ പ്രതിസന്ധികൾ ഏറെ വലുതായിരിക്കും. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പരീക്ഷകളാണ് നമ്മളെ ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നമ്മളെ ചവിട്ടി കയറുവാനുള്ളൊരു ചവിട്ട് പടി. പ്രൈസ് ദി ലോർഡ്. ഈ യോസേഫിൻ്റെ പരീക്ഷയുള്ള ബന്ധത്തിൽ യോസേഫ് മിസ്രൈമിൽ എത്തണമെന്നുള്ളത്, ഈജിപ്തിൽ എത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ യോസേഫ് അവിടെ എത്താനുള്ള മാനുഷികമായ യാതൊരു സാഹചര്യവും ഇല്ല. കാരണം അപ്പൻ്റെ വാത്സല്യപുത്രനാണ്. ഈ വാത്സല്യപുത്രന്മാരെ, ഈ ഏറ്റവും നമുക്ക് വാത്സല്യമുള്ള മക്കളെ നമ്മൾ എന്തിനു പറഞ്ഞു വിടത്തില്ല? നമ്മൾ വേറെ വാത്സല്യമുള്ള മക്കളെ നമ്മൾ എവിടെ നിർത്തിയേക്കും? നമ്മുടെ വട്ടം ചുറ്റി നമ്മൾ തോളി കൈയിട്ട് നമ്മൾ ഇടയ്ക്കൊരു മുത്തമൊക്കെ കൊടുത്ത് നമ്മുടെ ദൃഷ്ടിക്കകത്ത് ഇങ്ങനെ നിർത്തിയേക്കും. വാത്സല്യം കുറഞ്ഞ എടാ കടയ്ക്ക് പോയി ഇന്ന സാധനം മേടിച്ചോണ്ട് വാ, വണ്ടി എടുത്തോണ്ട് അവിടെ പോയിട്ട് വാ, ഇല്ലേ? അപ്പോൾ വാത്സല്യമുള്ളവനെ നമ്മൾ അടുത്ത് നിർത്തിയേക്കും. വാത്സല്യമുള്ളവന് കൂടുതൽ പരിഗണന നൽകി, കൂടുതൽ സംരക്ഷണം നൽകി അവൻ്റെ അടുക്ക് നിർത്തി. എന്നാൽ അതുകൊണ്ട് ഇവിടെ ഇവനെയും ഈ യോസേഫും വാത്സല്യപുത്രനായതുകൊണ്ട് പുറത്തേക്ക് പോകാൻ ഒരു സാധ്യതയില്ല. ബാക്കി എല്ലാ മക്കളെയും പറഞ്ഞു വിട്ടു. അപ്പോൾ ഇവർ നേരത്തെ കനാനിലായിരുന്നു. കനാനിൽ നിന്ന് മിസ്രൈമിലേക്ക് പോകണമെങ്കിൽ, ഈ തരത്തിൽ ഇവരവിടെ എത്തണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനൊരു പ്രതിസന്ധി ഉളവായെങ്കിൽ മാത്രമേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ സന്തതികളെല്ലാം കനാനിൽ ചെന്ന് പാർക്കണമെങ്കിൽ, മിസ്രൈമിൽ പാർക്കണമെങ്കിൽ, അവിടെ അടിമകളായി, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശം 430 സംവത്സരം അടിമകളായി പാർക്കുമെന്ന് അന്ന് ഒരു വശക്കേട് കൊണ്ട് കൊടുത്തതാണ്. അപ്പം ഇവരവിടെ പോകണമെങ്കിലും ഒരു കാരണമുണ്ടാകും. അതാ കനാനിൽ ഒരു ക്ഷാമം വരുത്തിയത്. മനസ്സിലാകണം. കനാനിൽ ക്ഷാമം വരുത്തി അവരെ അവിടെ കൊണ്ടുപോയി, അവിടെ അവൻ ഉപദ്രവിക്കപ്പെട്ടു.
അവിടുന്ന് തിരിച്ച് അവിടെ യോസേപ്പിനെ അറിയാത്ത വേറൊരു ഫറവോൻ ഉണ്ടാകേണ്ടതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എങ്കിലേ ഇവർ തിരിച്ച് എവിടേക്ക് വരുള്ളൂ? കനാനിലേക്ക് വരൂ. ഞാൻ പറഞ്ഞത്, മനുഷ്യ ജീവിതത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട നമ്മളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത, പ്രതിസന്ധികൾ നമ്മൾ ഓർക്കും നമ്മളെ മുടിച്ചു കളയാനാണ്. ഇല്ല, ഒരിക്കലുമല്ല. അതിനകത്ത് നീ കരയാനും നിലവിളിക്കാനും തയ്യാറാണെങ്കിൽ അതിനെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് ദൈവം നിന്നെ ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ ആ പ്രതിസന്ധിക്കകത്തിരുന്നുകൊണ്ട് നീ ഉടയണം, നീ കരയണം. അങ്ങനെ ചെയ്താൽ ദൈവം നിലവിളിക്കണം. എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ വാഗ്ദത്ത നിവർത്തീകരണത്തിൻ്റെ ആ എൻഡിൽ, അവസാന ടൈമിലാണ് നമുക്ക് കഷ്ടത ഏറ്റവും വരുന്നത്. എന്തിനാ ഈ കഷ്ടത വരുന്നത് ചോദിച്ചാൽ, നമ്മൾ നിലവിളിക്കേണ്ടതിനാണ്. നമ്മുടെ ഒരു ഉത്ഥാനം ഉണ്ടാകേണ്ടതിന് ഒരു പീഡ നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ അതിനകത്ത് നിന്നുകൊണ്ട് ശരിക്കും നിങ്ങൾ ഉടയുവാനും കരയുവാനും തയ്യാറാണെങ്കിൽ ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ ദൈവം നിന്നെ തൂക്കി നിൻ്റെ വാഗ്ദത്തത്തിലേക്കാണ് എറിയുന്നത്. മനസ്സിലാകുന്നവർക്കായി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ദൈവം ഓരോരുത്തരെയും ഓരോ തരത്തിലാണ് പരീക്ഷിച്ചത്. എന്നാൽ ഇവിടെ ജനത്തിന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നന്മ ഇവരെ കഷ്ടത കൊണ്ട് പരീക്ഷിച്ചു. എന്നാൽ ഇസ്രായേൽ ജനത്തിന് നേരെ തിരിച്ച് നന്മ കൊടുത്ത്, ഭൗതിക നന്മയെ കൊടുത്ത് അവരെ പരീക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? നമ്മൾ വായിച്ച, നീ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് ഞാൻ എന്ത് ചെയ്തു? നിനക്ക് മന്ന നൽകി. ഒന്ന് വായിക്കാമോ ആ ഭാഗം? അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. എന്റെ ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കും. അപ്പോൾ മന്ന തിന്നാൻ കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്നറിയേണ്ടതിനാണ്. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗത്ത് നിന്ന് അവസാനിപ്പിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 30 മുതൽ 32 വരെയുള്ള വാക്യം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ ക്ഷാമത്തിന്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിലെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നോക്കണം, ഇസ്രായേൽ ജനത്തോട് പറയാം, ഇസ്രായേൽ ജനത്തിന്റെ പാപം ഹേതുവായി ഇവരെ ഒരു കാലഘട്ടത്തിൽ ദൈവം കഷ്ടതയ്ക്ക് ഏൽപ്പിച്ചു. അപ്പോൾ ഇവർ കഷ്ടപ്പെടുകയും ജാതികൾ നന്മ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ ജാതികൾ എന്ത് ചെയ്യുക? ജാതികൾ നോക്കിയിട്ട് പറയട്ടെ, ദൈവത്തിൻ്റെ ജനമെന്ന് പറഞ്ഞ് കിടക്കുക. ഇവൻ്റെ ഗതി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അതൊരു അപമാനമാണ്, ഇല്ലേ? ശരിയല്ലേ? ഇവൻ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണെന്ന് പറയും. ഒരു കാലത്തും ഗതി പിടിക്കാതെയും ഇവനിങ്ങനെ മുടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ആളുകൾ നിന്ദിക്കും. അത് ദൈവത്തിനൊരു അപമാനമാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ ഈ ആണ്ട് പോലെ ജാതികളുടെ ഇടയിൽ നിങ്ങൾ ഈ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിലെ വിളവും വർദ്ധിപ്പിച്ചു തരും. അപ്പം നീ ഇതെല്ലാം അനുഭവിച്ചിട്ട് നീ ഇരിപ്പ് അതിനകത്ത്, പാപത്തിനകത്തും ഇല്ലേ, മ്ലേച്ഛതയ്ക്കകത്തും അകൃത്യത്തിനകത്തുമാണ് നീ ഇരിക്കുന്നത്. ഇതെല്ലാം അനുഭവിക്കുമ്പോൾ തന്നെ നിനക്കറിയാം നിൻ്റെ ഇരിപ്പ് എവിടാണെന്ന്. ഇതൊന്നും അനുഭവിക്കാൻ നീ അർഹനല്ല എന്നും നിനക്കറിയാം. അത് ഓർത്തിട്ട്, എങ്കിലും ദൈവമേ നീ എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും ഇരിക്കുമ്പോൾ തന്നെ എന്നെ ഇത്രയും അനുഗ്രഹിച്ചല്ലോ എന്ന് ഓർത്തിട്ട് നിന്നോട് തന്നെ ലജ്ജ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നമ്മളോടുമുള്ളൊരു ദൈവിക ദൂതാണ്. ഇസ്രായേലിനോട് മാത്രമല്ല, നമ്മളോടും കൂടെ ഉള്ള ദൈവിക ദൂതാണ്. എന്താണെന്ന് അറിയാമോ? പലപ്പോഴും നമുക്ക് അർഹതയില്ലാത്ത നന്മകളെ ദൈവം നൽകുകയാണ്. അർഹതയില്ലാത്ത നന്മകളെ തരുന്നത് നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ, നമ്മൾ കേമന്മാരായതുകൊണ്ടോ, നമ്മുടെ വിശുദ്ധിയുടെ ഉന്നതി നിൽക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. നമ്മളിൽ പോരായ്മ വന്നിട്ടും, നമ്മുടെ പ്രാർത്ഥനാക്കുറവുണ്ടായിട്ടും, നമ്മളിൽ അനുസരണക്കുറവുണ്ടായിട്ടും ദൈവം നന്മ തന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മളിൽ പ്രസാദിച്ചുകൊണ്ടല്ല. നമ്മൾ ലജ്ജിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരേണ്ടതിനാണ്.
പ്രൈസ് ദി ലോർഡ്. അതൊരു പരീക്ഷയാണ്. ദൈവം നമുക്ക് തരുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിലൊരു പരീക്ഷ. എന്താ? ഇത് അനുഭവിച്ചിട്ടെങ്കിലും ഞാനിത് കൊടുക്കുന്നതിനെ ഓർത്തിട്ടെങ്കിലും ഇവനിത് തിന്നിട്ടോ ഇവനിത് അനുഭവിച്ചിട്ട് എങ്കിലേക്ക് മടങ്ങി വരുമല്ലോ എന്നോർത്തിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മ, ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ, ആമേൻ, ദൈവം നമുക്കിതെല്ലാം തരുന്നത് ഇത് അനുഭവിച്ചിട്ട് ദൈവത്തോട് വിശ്വസ്തയോടെ ജീവിക്കാനാണ്, ദൈവത്തോട് നിർമ്മലതയോടെ ദൈവകൽപ്പനകളനുസരിച്ച് ജീവിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഒരു ഭാഗം കൂടെ നമുക്ക് ചിന്തിച്ച് ആ പാർട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ഉദ്ദേശം 16:32-33 വായിച്ച്. പുറപ്പാട് 16:32-33 കൂടെ വായിച്ച്. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വയ്പാൻ അതിൽ നിന്നും ഒരിടങ്ങഴി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. അഹരോനോട് നിങ്ങളെ അതിന്റെ 33-ാം വാക്യം വായിച്ച്. അഹരോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മഞ്ഞയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ രണ്ടാമതുള്ള ദൈവിക ഉദ്ദേശം, ഒന്ന്, നമ്മൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാം. രണ്ടാമത്തെ ദൈവിക ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ തലമുറ, നമ്മൾ അനുഭവിച്ച, ഇസ്രായേൽ ജനം അനുഭവിച്ച അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ചെങ്കടൽ വായിക്കപ്പെട്ടു, മിസ്രൈമിൽ വെച്ച് ഫറവോനോടും ആ ജനത്തിന് നടുവിൽ ദൈവം കാണിച്ച അത്ഭുതങ്ങൾ, കൊണ്ടുവരുന്ന വഴി, മാറ, അത് പോയിട്ട് മന്ന. അപ്പം മന്ന ഈ മരുഭൂമിയിൽ ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ജനത്തിന് ദൈവം മന്ന നൽകി 40 വർഷം അവരെ പോഷിപ്പിച്ചു എന്നുള്ളത് നിങ്ങളുടെ മക്കളറിയണം. പ്രൈസ് ദി ലോർഡ്. ആരറിയണം? മക്കൾക്ക് ഇനി ഈ മന്ന കിട്ടത്തില്ല. കനാൻ ദേശത്ത് പോയാൽ എന്തോ ഇല്ല. കനാൻ ദേശത്ത് പോയി കഴിഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുടെ ദേശത്ത് വാഗ്ദത്തത്തിൽ നിങ്ങളുടെ മക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മക്കൾ, ഇനി ജനിക്കാനിരിക്കുന്ന നിങ്ങളുടെ മക്കളുടെ മക്കൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് മന്ന കിട്ടുകയില്ല. പക്ഷെ അങ്ങനെ മന്ന എന്നൊരു വസ്തു ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ ദൈവം പോഷിപ്പിച്ച മന്ന. ഈ ചരിത്രം നീ അവരെ പറഞ്ഞു പഠിപ്പിക്കുകയും അവരെ ദൈവിക വഴിയിൽ നടത്തുകയും ചെയ്യുമ്പോൾ മന്ന എന്ന് പറഞ്ഞാൽ ഇത് വാസ്തവമാണോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറ ഉണ്ടാകും. ഒരു തലമുറ ഉണ്ടാകുമല്ലേ? കൊള്ളാം. ഇന്ന് പെന്തിക്കോസുകാരുടെ മക്കൾ എത്ര പേരാണ് വിശ്വാസത്തിൻ്റെ ചൂടിലും തീഷ്ണതയിലും നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ വിരളമായ ഒരു അനുഭവത്തിലാണ്. അവർ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എവിടെ വരികയാണ്? ആലയത്തിൽ വരികയാണ്. ഇതിങ്ങനെ അപ്പനും അമ്മയും പോയതുകൊണ്ടും ബാല്യകാലം മുതൽ ഇതിനകത്ത് ആയതുകൊണ്ടും വേറെ വഴിയില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ ഇപ്പം പള്ളിയിൽ വരുന്നില്ലല്ലോ എന്ന് പറയുന്നത് കൊണ്ട് അവർ പലരും എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളും ഇതിനകത്ത് വന്നുപോയി അകപ്പെട്ടതുപോലെ ഇരിക്കുകയാണ്. ശരിയാണോ ഇല്ലേ? ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിലും പണക്കം തോന്നില്ലെന്ന് എനിക്കറിയില്ല. നമ്മുടെ സഭയുടെ കാര്യമല്ല, പൊതുവിൽ ഞാൻ പറയാം. അപ്പോൾ അവർക്ക് അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ദൈവത്തെ കണ്ടും അറിഞ്ഞും അനുഭവിച്ചും രുചിച്ചും വന്ന നമുക്ക് അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. കാരണം ദൈവമായിട്ട് ബന്ധമില്ലാത്തതിൻ്റെ കാരണം എന്താ? അവരെവിടാ ജീവിക്കുന്നത്? അവരിപ്പോൾ കനാലിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഉണ്ണാൻ ആഹാരത്തിന് കുറവില്ല, ഉടുക്കാൻ വസ്ത്രത്തിന് കുറവില്ല, സഞ്ചരിക്കാൻ വാഹനത്തിന് കുറവില്ല. അവർക്ക് ഇതെല്ലാം ഉള്ളവന് ദൈവം വേണ്ട. ഇതൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവം ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. അവർ നമ്മുടെ തണൽ ഇന്ന് കനാൻ ദേശത്ത് ഇവരുടെ സന്തതി ജീവിക്കുന്നത് പോലെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ പിൻതലമുറ വരുന്ന തലമുറകൾ ജീവിക്കുന്നത് സമൃദ്ധിയിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ നമുക്കൊരു ദൈവമുണ്ട്. നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടിയവരാണ്, നമ്മൾ ദൈവത്തെ അനുഭവിച്ചവരാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ദൈവത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നത്. പ്രൈസ്. നമുക്ക് ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ വഴിയില്ലാഞ്ഞിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മളെ വിളിച്ച ഒരു ദൈവമുണ്ട്. അവൻ്റെ ശബ്ദം കേട്ട സന്ദർഭങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിടുതൽ അനുഭവിച്ച സന്ദർഭങ്ങളുണ്ട്. അത് മറന്നിട്ട് നമുക്ക് പോകാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കൾക്ക് ദൈവമില്ല, വിദ്യാഭ്യാസം ഉണ്ട്. അവർ ഇന്നത്തെ ഒരു തലമുറ പഠിച്ച് എന്തൊക്കെയോ പഠിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്.
പഠിത്തത്തിൻ്റെ ഉന്നതിയിലെത്തിയപ്പോൾ അവർക്ക് ദൈവം ഉണ്ടോ ഇല്ലെന്ന് അവർക്ക് സംശയമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു തലമുറ വരും. അങ്ങനെ ഒരു തലമുറ ആ പുതിയ നിയമസഭയിലുമുണ്ട്. അപ്പോൾ പഴയ നിയമസഭയോട് പറയുക, അങ്ങനെ ഒരു തലമുറ തിരിച്ചു ചോദിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവർക്ക് അറിവിനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണം? പെട്ടകത്തിനകത്ത് പൊൻപാത്രത്തിനകത്ത് ഈ മന്നയിട്ട് അതിനെ എടുത്ത് സൂക്ഷിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവിക നന്മയും വിടുതലും അനുഭവിച്ച നാം വരാനിരിക്കുന്ന തലമുറയിൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കളുടെ മക്കൾക്കും ഇങ്ങനെ തലമുറയായി ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണം. അവർ ദൈവത്തിൻ്റെ സത്യങ്ങളെയും ദൈവത്തിൻ്റെ നമ്മളോട് ഇടപെട്ട ദൈവത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരെ വഴിയിൽ നടത്തുകയും ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. ഇത് പഴയ നിയമസഭയോട് മാത്രമല്ല, പുതിയ നിയമസഭയോടുകൂടിയുള്ള ദൈവിക സന്ദേശമാണ്. ആവർത്തന പുസ്തകം 6-ന്റെ 4-ഉം 7-ഉം കൂടെ വായിച്ച് വേഗത്തിൽ വായിച്ച് 4 ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-മുള്ള ഒരു ചില വാക്യങ്ങൾ വായിച്ച്. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. മതി. പ്രൈസ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അനുഭവിച്ച ദൈവത്തെ നമ്മുടെ തലമുറകളും നമുക്ക് പിന്നാലെ വരുന്ന ഒരു തലമുറ ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറയാ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. പുതിയ നിയമസഭയോടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവം നമുക്ക് തരുന്ന നന്മകൾ അനുഭവിച്ചിട്ട് ആ നന്മയുടെ എല്ലാം കാരണഭൂതൻ ദൈവമാണെന്ന് നമ്മുടെ മക്കളെ ഓർപ്പിച്ച് അവരെ വഴിയിൽ നടത്താൻ നമ്മളാൽ മാക്സിമം ശ്രമിക്കുക. നടക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ ദിവസങ്ങളിൽ പ്രൈസ് പല മാതാപിതാക്കളും വേദന കൊണ്ട് ഞരങ്ങുകയാണ്. മക്കളെ ഈ വഴിയിൽ നടത്തിയിട്ടും എന്ത് ചെയ്യുന്നില്ല, നടത്തിയിട്ടും നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മാതാപിതാക്കളുടെ കൈവിട്ടു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവരെ നടക്കുവാൻ ഉപദേശിച്ചു കൊടുക്കുക, അവരെ നടക്കുവാൻ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് മന്നയോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളോട് ഉദ്ദേശിച്ചത്. ആകയാൽ ഈ അനുഭവത്തിൽ നടക്കുവാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.